ലൈവ് അല്ലേ 4 അപ്പം 2 എക്സ്ട്രാ ഫിറ്റിംഗ്സും 2 VXI കോഫി. നിങ്ങളുടെ മാർക്ക് 158. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മിനിഞ്ഞ തോമസ്. അപ്പോൾ ഇന്ന് രാവിലത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉറ്റ സുഹൃത്ത് നമ്മൾ മൊറോയെ തമിഴ് ദിലു അദ്ദേഹം കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്. അത് നമുക്ക് മണിമലയ്ക്ക് ഒന്ന് കൊടുക്കാൻ പോകണം. അവൻ എന്നോട് പറഞ്ഞു അവിടെ സ്പെഷ്യൽ അലുവ കിട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് അവരുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് അറിയാം അല്ലേ. പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. സോണി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു, പക്ഷെ അത് നടക്കില്ല. അപ്പം പോകുന്ന വഴിക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ മണിമല കറുകച്ചാൽ ലാക്കാറ്റൂർ മണിമല. നമ്മളെ ഇവിടെ ഒരു കഫേ കയറിയുണ്ട്. അതായത് നമ്മുടെ സോണി പറഞ്ഞൊരു കഫേ അല്ലേ, മണിരന്തി. പുള്ളി ഇവിടുത്തെ ഉടമസ്ഥൻ ഭയങ്കര തമാശക്കാരനാണ്. പുള്ളി ഞങ്ങളോട് പറഞ്ഞു ഇന്ന സാധനങ്ങളേ ഉള്ളൂ, ഇങ്ങനെ പൊക്കോളം പറഞ്ഞു. ഒന്നാമത് താളമുട്ടി അടിപൊളി. നാല് അപ്പം 2 എക്സ്ട്രാ ഫിറ്റിംഗ്സും 2 VXI കോഫി. നിങ്ങളുടെ മാർക്ക് 158. പക്ഷേ എനിക്കൊരു 10 രൂപ ഇൻഡിക്കേറ്റർ ഇടാവോ? നമ്പർ പിടിച്ചു ഒന്നും ചില്ലറേ ഇല്ല. എന്റെ കുഞ്ഞു വെച്ചാൽ ഇതൊന്നും പിടിക്കണ്ട, അതെല്ലാം ഉള്ളതാണ്. ഫുഡ് ഈ ഫുഡ് മാത്രമല്ല, പുള്ളിയുടെ ഡയലോഗാണ് അല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോ ആൾക്കാർ പറയണേ ഡയലോഗ് സാധനം കൊണ്ട് പുള്ളി ഡയലോഗ് കൊണ്ട് പുള്ളി ഭയങ്കര പ്രശസ്തനാണ്. ഇത് കഫേ ഞങ്ങൾക്ക് മനസ്സിലാക്കി എങ്ങനെ വെച്ചാൽ നമ്മുടെ സോണി ഇവിടെ വരാറുണ്ട്. അപ്പം ഭയങ്കരമായിട്ട് പുള്ളി ഡയലോഗ് അടിക്കുന്ന വ്യക്തിയാണ്. ഭയങ്കര നല്ല മനുഷ്യനാണ്, നല്ല ഫുഡ് വരുന്നല്ലേ. അടിപൊളി മകരന്ത് ഇതുവഴി പോകുന്നവരെ ഒന്ന് കയറി കഴിച്ചിട്ടോ കുറച്ച് മനസ്സമാധാനം കിട്ടും. അതെ അതെ, തമാശ ചിരിച്ച് മണ്ണ്. നമ്മളെ ഇപ്പൊ മണിമലക്കുള്ള യാത്രയാണ്. അപ്പം ഈ റൂട്ടൊക്കെ നമ്മൾ എന്തുമാത്രം വന്നിട്ടുള്ള, പക്ഷെ ഇപ്പോഴുള്ള ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഏതാ ഇപ്പൊ റോഡൊക്കെ നല്ലതായി. അതെ, ശബരിമല റൂട്ടൊക്കെ ഇതുവഴി പോകുന്നതാണ്. ശബരിമല, മണിമല, അവിടെ നമ്മുടെ കനകപ്പലം, ഒരു ഫോറസ്റ്റ് ഏരിയ ഉണ്ട് ഇങ്ങോട്ട്. കനകപ്പലം ഒക്കെ ഉണ്ട്. ഭയങ്കര രസമാണ് ഈ റൂട്ടൊക്കെ. നമ്മളെ ദിലുവിന്റെ വീടിന്റെ അവിടെ ഏകദേശം അടുക്കാറായി. ദിലുവിന്റെ വീട്ടിലേക്കാണ് നമ്മുടെ ഉച്ചയാക്കിന്റെ വീട്ടിൽ വന്നേക്കാണ്. ഇതാണ് അമ്മയുടെ പേര് പറഞ്ഞേ, സിസിലി. പപ്പായ്ക്ക് ചെറിയ ദിലു ഞാൻ പറഞ്ഞാണോ രണ്ടുപേരും വളരെ സന്തോഷം. അപ്പൊ നമുക്ക് അടുത്തൊരു സ്ഥലത്തോട്ട് പോലെ ഞാൻ പറയാം, നമുക്ക് സ്പെഷ്യൽ അലുവ കിട്ടുന്ന സ്ഥലമുണ്ട്. ഒരു ചെറിയ സെറ്റപ്പ് നമുക്ക് അതുപോലെ കണ്ടിട്ട് അല്ലേ നമ്മുടെ നേരെ പോകാം അല്ലേ. ഓക്കെ അല്ലേ. ഞാൻ ഫ്ലാറ്റ് വെച്ച് പറഞ്ഞില്ലായിരുന്നോ, ഒരു നല്ല സ്ഥലത്ത് കൊണ്ടുപോകാം. നമ്മുടെ അലുവ ഒക്കെ സ്പെഷ്യൽ കിട്ടുന്ന ഒരു സ്ഥലം, അതൊരു ഹോം മെയ്ഡ് സാധനം. അപ്പോൾ നമ്മൾ ആ വീട്ടിൽ വന്നേക്കണം. നമ്മുടെ ദിലുവിന്റെ സുഹൃത്തുക്കളാണ്. നിങ്ങളെ പെട്ടെന്ന് പരിചയപ്പെടുത്തേക്ക്. എന്റെ പേര് നിതിൻ. ഇവിടെ മണിമല ഞാനൊരു ഗരാജ് നടത്തുന്നു. അതിന് ഗാരേജ് തൊട്ട് പുറകിലുണ്ട്. അത് നമ്മളെ കാണിക്കണം ഉറപ്പായിട്ടും. പിന്നെ അലുവയുടെ കാര്യം ദിലു എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ചേട്ടാ അലുവ കഴിക്കാതെ പോരെന്ന് പറഞ്ഞു. ആ അലുവ ഉണ്ടാക്കുന്ന ആരാണ്? അമ്മയുടെ പേര് പറഞ്ഞേ. സെലിൻ. ഇത് വൈഫ് അല്ലേ? നീനായിക്ക് എന്തൊക്കെയോ പരിപാടികളുണ്ട്. പിള്ളേരുടെ ഡ്രസ്സിന്റെ ചെയ്യുന്നുണ്ട് ആണല്ലേ. ന്യൂ ബോണ്ട് ആയിട്ടാണ് തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും ബാപ്റ്റിസം, അങ്ങനെ കാഷ്വൽ ഡ്രസ്സ്, ഫംഗ്ഷൻ വെയർ അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ അലുവയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഈ അലുവ നിങ്ങൾ വെളിയിൽ കൊടുക്കുകയല്ലേ മമ്മി? ഇപ്പൊ ഞാൻ ഓർഡർ അനുസരിച്ച്, അതായത് ആർക്കെങ്കിലും നല്ല ഹോം മെയ്ഡ് അലുവ, ഒരു പ്രിസർവേറ്റീവ് ഇല്ലാത്ത അലുവ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അത് ഇവിടെ ശാലിൽ കാണുകയല്ലേ കഴിക്കാനായിട്ട്. അതായത് നമുക്ക് കഴിച്ചിട്ട് പറയാം അല്ലേ സാറേ. അതുകൂടാതെ അവിടെ ബൊട്ടി ഇതിന്റെ സംഭവങ്ങളൊന്നും കാണിക്കല്ലേ. ഏതായാലും നമുക്കത് നേരെ കണ്ടാലോ. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിന്റെ വീടിനെ തൊട്ട് ഇവിടെ തന്നെയാണ് അവർ ബൊട്ടിക്കുള്ളത്. ഇതിനെ ബേബീസ് ഇൻ വൈറ്റ് ഡ്രസ് ഇൻ ന്യൂ വൺ. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അകത്തോട്ട് കയറിയിട്ട് നല്ല അടിപൊളി സംഭവങ്ങൾ ഉണ്ടെന്ന് തോന്നാ കയറി പോകാം നോക്കാം. അപ്പോൾ ഇതുണ്ട്, ഇവിടെയാണ് ഇതിനകത്ത് ജസ്റ്റ് സെറ്റപ്പ് അല്ലേ. ഓക്കെ. ഇതൊരു ബാപ്റ്റിസം സെറ്റ് ആണ്. അപ്പം ഇന്ന് കൊടുക്കാനായിട്ടുള്ള ഒരു സെറ്റാണ്. പുതിയ ഓർഡർ ചെയ്തതാണ്. ലിയോ എന്ന് പറഞ്ഞിട്ടൊരു ബേബിയുടെ. അപ്പം അവർക്ക് ബോക്സ്, അപ്പം നെയിം കസ്റ്റമൈസ് ചെയ്ത് അല്ല, അപ്പം അങ്ങനെ അത് ഇത് അക്രിലിക് ഇതിന്റെ ബോക്സ് ആണ് ഇത്.
അവർക്ക് ക്രൗണ്, ക്യാൻഡില്, ഇതെല്ലാം കൂടെ വരുമോ അതിനകത്തല്ലേ? അപ്പം കസ്റ്റമറിന്റെ ഡിമാൻഡ് അനുസരിച്ച് എങ്ങനെയാണോ അവർക്ക് വേണ്ടത്. ഇപ്പോൾ ഒരു ഡ്രസ്സ് മതിയെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്താ ഫുൾ സെറ്റ് വേണമെങ്കിൽ അങ്ങനെ. ഇത് ലിയോ ബേബി ബോയ് ബോയ്. പിന്നെ അവരുടെ ഈ സാധനം ഇത് വൈപ്പിംഗ് ടവല്. അപ്പൊ അവർക്ക് അതൊരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിലും പേര് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തത്. ഇതുണ്ട് ബേബിയുടെ അടിപൊളി. ഇത് വൈപ്പിംഗ് ടവൽ അല്ലേ? വൈപ്പിംഗ് ടവൽ നല്ല നല്ല ക്വാളിറ്റി ചെയ്തേക്കുന്നത് കേട്ടോ, അടിപൊളി. കാരണം നമുക്ക് കാണുമ്പോഴത്തേക്ക് അറിയാം എഴുത്തും ഇതൊക്കെ ഇവിടെ എല്ലാം തന്നെ സ്റ്റിച്ച് ചെയ്യുന്നല്ലേ? ഇത് നമ്മള് മെഷീൻ എംബ്രോയിഡറി ആണ്. നമ്മളിങ്ങനെ ചെയ്ത ഓർഡർ അനുസരിച്ച് അവർ പറയുന്ന അനുസരിച്ച് നമ്മൾ ഇതനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അടിപൊളി. കസ്റ്റമർ അയച്ചു തന്ന പാറ്റേൺ അനുസരിച്ച് നമ്മൾ അപ്പൊ നമ്മളിപ്പോ എനിക്കൊരു ഇഷ്ടമുള്ള പാറ്റേൺ അയച്ചു കഴിഞ്ഞാൽ ആ ഡിസൈൻ നമ്മൾ ചെയ്തു എത്ര ഇപ്പം നമുക്ക് വെളിയിൽ നിന്നൊക്കെ ആൾക്കാർ ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം അല്ലേ? ബാപ്റ്റിസം ഉണ്ട്. 10 വയസ്സായുള്ള പെൺപിള്ളേരുടെ ഉടുപ്പുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം അവർക്ക് ഇപ്പം ഫംഗ്ഷൻ വേറെ ബ്രൈഡ്സ് മെയ്ഡ് അങ്ങനത്തെ ഇതുണ്ടല്ലോ, ഫ്ലവർ ഗേൾസ് പോലത്തെ ഡ്രസ്സുകൾ അല്ലെങ്കിൽ കാഷ്വൽ ഡ്രസ്സുകൾ എന്ത് വേണേലും ചെയ്തു കൊടുക്കണം. അവരുടെ ഓർഡർ അനുസരിച്ച് അവരുടെ നീഡ് അനുസരിച്ച് മാക്സിമം നമ്മൾ അവരുടെ കസ്റ്റമൈസ് അത് ഏറ്റവും അടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കും. ഇതൊരു പെൺകൊച്ചിന്റെ ബാപ്റ്റിസം സെറ്റാണ്. ഇതിനകത്ത് ഉടുപ്പായിട്ട് ഷോർട്ട് ലെങ്ത്, പിന്നെ ഇതൊരു ക്രൗണ്, പിന്നെ ക്യാൻഡില്, പിന്നെ ഒരു ലേസ് ഉള്ള ഒരു പാൻറ്റീസ്. അത് വേറൊരു ബേബി ബോയ്. അപ്പൊ ഇത് അടിപൊളി. ഇതും ഭയങ്കര നല്ല രസമുള്ള പാറ്റേൺ ആണ് സംഭവം. ഇത് പിന്നെ ആണെങ്കിലും പിള്ളേർക്കാണെങ്കിൽ ഇടാം. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അപ്പൊ നമ്മൾ ഈ സാധനം നമ്മളിപ്പോ എനിക്ക് അവിടെ നിന്ന് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് അളവൊക്കെ പറഞ്ഞ് അളവ് പിള്ളേരുടെ അളവ് കിട്ടണം. കറക്റ്റ് അളവ് കിട്ടണം. പിന്നെ കറക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് പെർഫെക്റ്റ് അങ്ങനല്ല, എന്നാലൊരു കിട്ടുന്ന. ഇതൊരു വേറൊരു ബേബി ബോയുടെ. അപ്പൊ അവർക്ക് ഇത്ര മതി. ഡ്രസ്സും ക്യാപ്പും ബൂട്ടീസും മാത്രം മതി അവർക്ക്. അപ്പൊ എന്നിട്ട് ഈ സാധനം ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ താമസിക്കുന്ന എറണാകുളത്തെന്ന് വിചാരിച്ചു, നമ്മള് കൊറിയർ ചെയ്ത് കൊടുക്കും. അതായത് നമ്മൾ എവിടെ ഇരുന്നാലും ഈ സാധനം നമുക്ക് കിട്ടും. ഇപ്പം വിദേശത്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അയച്ചു കൊടുക്കും. അതാണ് കാരണം നമുക്ക് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഇല്ല ഇതിന്റെ. പേജ് ഉണ്ട്, ഇൻസ്റ്റയിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്. അപ്പൊ ആ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എൻ്റെ ഫേസ്ബുക്കിന്റെ പേജും എല്ലാം കൊടുത്തേക്കാം. ആൾക്കാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയറി നോക്കുക. താല്പര്യമുണ്ട്. നല്ല കാരണം നല്ല പ്രോഡക്റ്റ്, നല്ല അടിപൊളി പ്രോഡക്റ്റുകൾ കേട്ടോ. നമുക്ക് അല്ലാതെ പറയല്ലോ, നല്ല കാണാൻ എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിരുന്ന സംഭവങ്ങളാണ്. പിന്നെ ഇതൊക്കെ ഒരു വയസ്സിന്റെ ഇപ്പം ഈ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കൊടുക്കാൻ പറ്റുന്ന ഉടുപ്പുകൾ അങ്ങനെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നമ്മുടെ ഇൻഫർമേഷൻ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് അല്ലേ? ഫേസ്ബുക്ക്, ഇൻസ്റ്റാ അതും ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ആവശ്യം വന്നു കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്യുക. അടിപൊളിയായിട്ട് ചെയ്തു തരാം. ഞാൻ ഗ്യാരണ്ടി. ഞാൻ മാത്രമല്ല, നമ്മുടെ ദില്ലും ഗ്യാരണ്ടി. കണ്ടായിരുന്നു, ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതും അതുപോലെ തന്നെ ഒരു 1 ഇയറിന്റെ ഒരു ഇതാണ്, ബോയുടെ ഡ്രസ്സാണ്. ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ബൊട്ടിക്ക് ആ സംഭവങ്ങളെ കണ്ടു. അത് കണ്ടു കഴിഞ്ഞാൽ തൊട്ട് പുറകില് ഇവിടെ ഇതിനെന്തോ പരിപാടി. ഞാൻ ചെറിയൊരു ഗരാജ് ഉണ്ട്. അതെ, ഇതിന് യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് യൂട്യൂബ് ചാനൽ കൂടുതൽ EV റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇലക്ട്രോണിക് വെഹിക്കിൾസ്, നമ്മുടെ EV ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ അപ്പോൾ അതിന്റെ റിലേറ്റഡ് ആയിട്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് ആൾക്കാർ ഡെവലപ്പ് ചെയ്ത് വരുന്നൊരു ഇതാണല്ലോ. നമ്മുടെ ഇവിടെ അത് തന്നെയാണ്. ഓക്കെ. അപ്പം നമ്മുടെ ഇവിടെ ഇപ്പം ഒത്തിരി ഉണ്ട് ഇലക്ട്രോണിക്. ഒത്തിരി ഉണ്ട്. ഇവിടെ എന്നാ പരിപാടി? ഇത് കാര്യം ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പാഷനായിട്ട് തുടങ്ങിയതാണ്. എന്നാൽ പിന്നെ അത് റവന്യൂ ആക്കിയേക്കാവല്ലോ എന്ന് ഓർത്ത് ഞാൻ സൗണ്ട് ആംപ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്റീരിയർ ക്ലീനിങ്, പോളിഷിങ്, ഇലക്ട്രോണിക് വെഹിക്കിൾസ് എല്ലാ വണ്ടിയുടെയും ഇന്റീരിയർ ക്ലീനിങ്ങും സൗണ്ട് ആംപിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്. EVക്ക് മാത്രമായിട്ട് ഈ ടാറ്റയുടെ വണ്ടിക്ക് മറ്റേ ആദ്യം ഇറങ്ങിയതിനൊന്നും അടിയിൽ എഞ്ചിൻ കാർഡ് ഒന്നുമില്ല, അത് പിടിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ആക്ച്വേറ്ററിന് കവറിങ് ഇല്ല, അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികൾ ചെറിയ EV റിലേറ്റഡ് ആയിട്ട് ചെറിയ ചെറിയ പരിപാടി. മെയിനായിട്ട് ഡാമ്പിംഗ് ആണ് ചെയ്യുന്നത്. സൗണ്ട് ആംപ് ചെയ്യും. അത് ഏത് വണ്ടിയുടെയും ചെയ്യും. നോർമലി ഇപ്പം എൻ്റെ മറ്റേ ഈ നെക്സോണൊക്കെ പോലെ ഒരു വണ്ടിയാണ് ഒരു ഡോർ ചെയ്ത് വരുമ്പോൾ ഏകദേശം 2500 രൂപ കോസ്റ്റ് വരും. എപ്പോഴും ബിസി ആണോ ഇവിടെ? അത്യാവശ്യം. ഇപ്പം ഞാൻ ഈ പണി നടക്കുന്നുണ്ട് അധികം. എന്നിട്ട് മൊത്തം അവരുടെ വണ്ടി മുഴുവൻ പൊടി, നമുക്കൊരു ബുദ്ധിമുട്ടാണ്. യൂട്യൂബ് ചാനൽ ഉണ്ടല്ലേ? യൂട്യൂബ് ചാനലുണ്ട്, നിതിൻസ് ഗരാജ്. അപ്പം നമ്മുടെ വീഡിയോയുടെ അടിയിൽ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് എല്ലാം ഞാൻ കൊടുത്തേക്കാം. എല്ലാവരും കയറുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ? എന്തെങ്കിലും ഇതുപോലുള്ള ഉറപ്പായിട്ടും. നമുക്ക് എനിക്ക് മറ്റേ ആക്ച്വലിന് ബോംബെയിലൊക്കെ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സാണ്. നമുക്ക് അന്നേരമാണ് മനസ്സിലായത് നമുക്ക് മാത്രമല്ല എല്ലാവർക്കും പണി കിട്ടി കിടക്കുക. ഈ തലയുടെ അതിന് കവറിങ് ഇല്ല, ശരിക്കും പ്രോപ്പറായിട്ടൊരു കവറിങ് ഇല്ല. അവരിപ്പോഴും അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ആകെ ഇപ്പൊ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്ന ആ പുതിയ ഹാരിയർ വന്നത് അതിന് മാത്രം. ഞാനിത് ചെയ്തപ്പോൾ ആദ്യം അപ്പുറത്ത് കസ്റ്റമർ ലോഞ്ച് ഒന്നുമില്ലായിരുന്നു. ഈ ഡാമ്പി രാവിലെ വന്നു കഴിഞ്ഞാൽ ഉച്ചയെങ്കിലും കഴിയും ചെയ്യുമ്പോഴത്തേന്. ഒരു പോസ്റ്റ് ആക്കുന്നതിന് ഒരു മര്യാദയൊക്കെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാനൊരു കസ്റ്റമർ ലോഞ്ചും ഒക്കെ ഈ കൂട്ടത്തിൽ സെറ്റ് ചെയ്തു. ഇത് നമ്മുടെ ടൂൾസ് റൂമാണ്. ടൂൾസ് റൂം ഈ കാണുന്നല്ലേ? ഓക്കെ.
ഇതാണ് ടൂൾസ് റൂം കാര്യങ്ങളല്ലേ അല്ലേ? അതെ, ഇതിനകത്ത് നല്ല കൂളിംഗ് ഉണ്ട്. ഇതിനകത്ത് നല്ല സുഖം. ചാമ്പ അപ്പുറത്ത് ഇപ്പൊ അത് ഇങ്ങോട്ട് കയറി. നല്ല ഇതാണ് ടൂൾസ് റൂം. അപ്പോൾ ഇതിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഈ പറഞ്ഞ കാര്യം മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇതെല്ലാം കൊടുത്തേക്കാം. ഇതെന്നാന്ന് വെച്ചാൽ ഇത് ഒറ്റ ദിവസം കൊണ്ടൊന്നും ചെയ്തല്ല. ഇത് നമ്മളിങ്ങനെ കുറേശ്ശെ ആദ്യമൊക്കെ വീട്ടിൽ ഭയങ്കര ബഹളമായിരുന്നു. നീ വെറുതെ കാശ് കളയുക. നമ്മുടെ ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മാറി. അങ്ങനെ ഐഡിയ ഇതിനെ പറ്റി പറയുന്നില്ല. വീട്ടിൽ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. നമ്മുടെ ഏത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ഏതോ സിനിമയ്ക്കകത്ത് പറഞ്ഞ നമ്മൾ ഇറങ്ങുക, നമുക്ക് നമ്മുടെ പാഷൻ. ഇപ്പം ഞാൻ ഇത് ഈ ഡാമിങ് ഇന്നൊന്നും പറയാം. എനിക്ക് അംബാസഡർ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ മറ്റേ യോഗ മാറ്റ് പശ ചൊട്ടിച്ച് ഡാമ്പ് ചെയ്യുമായിരുന്നു. അന്ന് ഇവരെല്ലാരും പറയും നിനക്ക് വെറുതെ വട്ടാ ഇതാ. നമുക്ക് റവന്യൂ വരാൻ തുടങ്ങിയപ്പോ നീ ചെയ്ത് കൊള്ളാം. നോട്ട് ദ പോയിന്റ്. അത് ഞാൻ പിന്നെ എന്നാ വെച്ചാൽ ഞാനും വൈഫും അമ്മ എല്ലാം പ്ലാൻ ചെയ്തേക്കുന്നത് നമ്മുടെ വീടിന് ചുറ്റിട്ട് നമ്മുടെ പ്രസ്ഥാനമായിരിക്കും. അപ്പൊ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരാൾക്ക് മാറി നോക്കണമെന്ന് അതൊരു ഐഡിയ അല്ലേ? നമ്മൾ ഏത് പ്രസ്ഥാനം വെച്ചാൽ ഇപ്പം നമ്മളിപ്പം ഫുഡ് ആണെങ്കിലും എന്താണെങ്കിലും ഇങ്ങനെ സംഭവങ്ങളാണെങ്കിലും ഇപ്പം എല്ലാം ഓൺലൈൻ വഴി, എല്ലാം നമുക്ക് ഒരു വിഷയമില്ല. പിന്നെ നമ്മുടെ വീടിനടുത്താണെങ്കിൽ നമുക്ക് നോട്ടം കിട്ടും, നമുക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് പോകാം. എനിക്ക് കസ്റ്റമേഴ്സ് വടക്കാഞ്ചേരിയിൽ നിന്ന് വരെ വരുന്നുണ്ടല്ലേ. അപ്പൊ നമുക്കൊരു കാര്യം ഒരാൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, അത് ഓക്കെ ആണെങ്കിൽ നമ്മൾ എവിടെയാണെങ്കിലും പോകും. നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ ക്വാളിറ്റി അത് നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. മറ്റേതെന്നാന്ന് ചോദിച്ചാൽ നമ്മൾ പകുതി ബിൽഡിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. അതിന് ഒരു ഇത്ര വർഷം കഴിയുമ്പോൾ അവർ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ എല്ലാം വഴിക്കിട്ടിട്ട് ഇറങ്ങേണ്ടി വരും. ഇതാകുമ്പോൾ വേറെ പേടിക്കൊന്നും വേണ്ട. ഹോംലി അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ഒരു വളരെ അത് ഭയങ്കര സുഖമാണ്. കാരണം ഈ പിള്ളേരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ടെൻഷനൊന്നുമില്ല, അവർ ഓടിക്കാരി നടന്നോളും. അപ്പം എല്ലാ ആശംസകളും. താങ്ക് യു വെരി മച്ച്. അയ്യോ മറക്കരുത്, നമ്മുടെ അലുവ. നമുക്ക് അലുവ നേരെ അലുവ കഴിക്കാൻ അകത്തോട്ട് പോകുമ്പോ ഇത് മീകളാണോ? അല്ലല്ല, പിള്ളേർക്ക് നീന്താൻ വേണ്ടി ഉണ്ടാക്കിയതാ. സംഭവം അടിപൊളിയാ. എന്നാന്നറിയോ, ഈ ഇപ്പോഴത്തെ ഒരു വെതറിനെ ഇത് ആവശ്യമല്ല. ഒരു അത് മാത്രമല്ല, നമുക്ക് 5 എണ്ണം ഇല്ല, ഇതിനെല്ലാം പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ 5 പിള്ളേരല്ലേ? 5 പിള്ളേർ. ഓക്കെ, എല്ലാവരും പിടിച്ചു നിർത്താനും ചാടിക്കാനും വരണം. എല്ലാവരും നീന്തും. പിള്ളേരെല്ലാം നീന്തും. അടിപൊളി സ്ഥലം. പിന്നെ ഈ വീടിന്റെ അറ്റ്മോസ്ഫിയർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല കാം ആൻഡ് ക്വയറ്റ് അല്ലേ? നല്ല ശാന്തസുന്ദരമായ ഒരു ഒച്ചപ്പാടും ഇല്ലാതെ നല്ല മനോഹരമായ ഒരു സ്ഥലം. നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വശമാണെങ്കിലും ആ വലിയ മരമാണെങ്കിലും, ഞങ്ങളുടെ വീടിന്റെ ഒരു കസിന്റെ വീട്ടിൽ ലിച്ചി, അതായത് കായ്ക്കല്ല. അടിപൊളി. ആ വീടിനകത്തോട്ട് നമുക്ക് തുറന്ന് കയറുമ്പോൾ തന്നെ നമുക്കൊരു വലിയൊരു പ്രവേശന കവാടമുണ്ട്. എൻ്റെ വിശാലമായ മുറ്റവും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു മനോഹരമായ വീട്. അലുവ നമുക്ക് വേണ്ടി വിളിക്കുന്നു. നേരെ അകത്തോട്ടെ വാ. ഇത് കണ്ടോ, നമ്മുടെ ഗാരയും സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ മമ്മി ഉണ്ടാക്കിയ ഒന്നാന്തരം അലുവ. ഈ അലുവ ഉണ്ടല്ലോ, നമ്മൾ സാറിന് പറയില്ലേ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇപ്പോൾ കൈ വെച്ചാൽ തന്നെ അലിഞ്ഞു പോകും കേട്ടോ. അതുപോലൊക്കെയുള്ള സെറ്റപ്പാണ്. ഭയങ്കര ഇതാണല്ലേ. ഇത് കണ്ടോ, ഒന്നാന്തരം അലുവ പീസ്. അതായത് ഹോം മെയ്ഡാണ്. ഇപ്പം ഇതുപോലൊക്കെയുള്ള ഇത് തന്നെ ഇത് നമ്മുടെ അരിയുണ്ട അവലോസുണ്ട എന്നൊക്കെ പറയും. ആ സെയിം, അത് വേറെ, അത് വ്യത്യാസം. കാരണം നമ്മളവിടെ അവലോസുണ്ട ഉണ്ടാക്കുന്ന ഒരു ഏകദേശം അതുപോലെ തന്നെ ഇരിക്കും. അപ്പം ചുരുക്കം പറയാം, മമ്മി ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കും അല്ലേ? അച്ചാറ് മെയിനായിട്ട് അലുവയാണ് അല്ലേ? ബ്ലാക്കും ഉണ്ട്, വൈറ്റും ഉണ്ട്. വൈറ്റും ഉണ്ട്. ഓക്കെ. ബ്ലാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ തേങ്ങാപ്പാലും ശർക്കരയും ഒക്കെയാണ്. നമ്മുടെ അമ്മയുടെ കൈപ്പുണ്യം എന്നൊക്കെ പറയല്ലേ, അത് തന്നെ സാധനം. അപ്പം ഇത് ഇങ്ങനെയുള്ള ചെറിയ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കി കൊടുക്കും അല്ലേ? അപ്പോൾ അമ്മേനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ആരെ കോൺടാക്ട് ചെയ്യണം? ഇവിടെ 2 നമ്പർ ഞാൻ കൊണ്ടാക്കാം. അപ്പം ലോക്കലായിട്ട് എന്തെങ്കിലും സാധനം ഇതുപോലുള്ള ടെംപ്റ്റിംഗ് ഡെലിക്കസി, അതിനെന്തെങ്കിലും പേജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്നാലും അതെല്ലാം ഞാൻ എൻ്റെ കൊടുത്തത്. കാരണം ഈ അലുവ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് സത്യം പറഞ്ഞു ഇതുപോലെ അലുവ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് പറയാം, അനുവിന് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങോട്ടെന്ന് പറഞ്ഞു കേട്ടോ. വന്ന് നമ്മുടെ മധുരം നിറഞ്ഞ ഒരു വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? നമ്മുടെ അലുവ, പ്രിസർവേറ്റീവ് ഇല്ലാത്ത അലുവ, നമ്മുടെ ബൊട്ടീക്ക്, നമ്മുടെ ഗരായ, ഇതെല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കോൺടാക്ട് ചെയ്യുക. പിന്നത്തെ 3-4 അതിഥികളും വന്നിട്ടുണ്ട്. മോൻ്റെ പേര് പറഞ്ഞേ? മാത്യു. നമ്മുടെ നീതിൻ്റെ മകനാണ്. ഇത് നമ്മൾ പരിചയപ്പെട്ടു. മോൻ്റെ പേര് പറഞ്ഞേ? സെലിൻ. 2 പേര് സെലിന്മാരല്ലേ? അമ്മച്ചിയുടെ പേര് തന്നെയാണ് സെലിൻ. പിന്നെ മോടെ പേര് തെരേസ്. വേറെ 2 പേരുണ്ടല്ലോ, അവരുടെ പേര് തോമസും ജേക്കബ്. അവർ സ്കൂളിൽ പോയി. ഇവരെല്ലാം ഇന്ന് ഓഫായിരുന്നു. ആണോ? സാധാരണ നമ്മൾ വീട്ടിൽ വന്നവർ വീട്ടിൽ അങ്ങനത്തെ പോണ കായി കഴിഞ്ഞു ഓൾറെഡി അല്ലേ? അപ്പോൾ ഈ മധുരം നിറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിച്ചു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? അതെ, ബെല്ലടിച്ചങ്ങ് പൊട്ടിച്ചേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.